ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരുടെ പേര് വായിക്കുന്നില്ല. ദിലീപ് കുമാർ, ടീന, പ്രവീൺ, ഷെബിൻ മാത്യു, ഹിമേഷ്, ഷബി, ഗ്രേസി, അനിൽകുമാർ, ജഗന്നാഥ്, മുസ്തഫ ഒക്കെ ഒരിക്കൽ കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ നേരെ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് വെറ്റിനറി വിസിക്ക് ഗവർണർ വക സസ്പെൻഷൻ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വെറ്റിനറി സർവകലാശാല വിസിക്ക് സസ്പെൻഷൻ. ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തത്. ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കും. ക്യാമ്പസിൽ SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടെന്ന ഗുരുതര ആരോപണവും ഗവർണർ ഉന്നയിച്ചു. After this boy lost his life, it was the duty of the university to report the matter to the chancellor. Even that, they did it. I am not saying they did not do it. They did it only yesterday. So therefore, we have already decided to suspend the Vice Chancellor and order an inquiry. That SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI. ഷഫീദ് റാവുത്തറ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നുണ്ട്. ഷഫീദ്, ഇത്രയും ഗുരുതരമായ സംഭവം ഉണ്ടായിട്ടും അതൊന്നും അറിയാതിരുന്ന ഡീൻ എന്തുകൊണ്ട് ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നുവെന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ മനസാക്ഷിയിൽ വരുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി VCയുടെ സസ്പെൻഷനിലൂടെ ഗവർണർ നൽകുകയാണോ? ഒരു തർക്കവും വേണ്ട. ചാൻസലർ സകല അധികാരപരിധിയും ഉപയോഗിച്ചുകൊണ്ട് ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ മനസാക്ഷിയെ വേട്ടയാടുന്ന സംഭവത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വെറ്റിനറി സർവകലാശാല VCക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോയുള്ള മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. മാത്രമല്ല, മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. അക്കാര്യത്തിൽ ഓരോന്നിനും കൃത്യമായ പരിശോധന ചാൻസലർ എന്ന നിലയിൽ താൻ നടത്തുമെന്ന ഉറപ്പും മാതാപിതാക്കൾക്ക് നൽകിയ ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ വീട്ടിൽ നിന്ന് മടങ്ങിയത്. ശേഷം രാജ്ഭവനിലെത്തിയ ശേഷം ഈ സംഭവത്തെക്കുറിച്ച് രാജ്ഭവൻ കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തി. അതിനുമപ്പുറത്തേക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യം VCയുടെ റിപ്പോർട്ടായി തേടി. VCയുടെ റിപ്പോർട്ടിൽ വീഴ്ചകളുണ്ട്, VCയുടെ ഇടപെടലിൽ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെറ്റിനറി സർവകലാശാല VC MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് ചാൻസലർ കടന്നിട്ടുള്ളത്. പലതരത്തിലുള്ള സന്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകുന്നുണ്ട്. സർക്കാരിനും അതേപോലെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങൾക്കും നൽകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാശ്മി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ മറ്റൊരു നീക്കം കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നുണ്ട്. അത് ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വ്യക്തമാക്കി. അദ്ദേഹം ഇന്ന് ചില ഗുരുതരമായ അലിഗേഷൻ അത് ആ ക്യാമ്പസിലെ ഡീനിനെതിരെ സർവകലാശാല അധികൃതർ നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇത് റാഗിംഗ് അല്ല, സിദ്ധാർത്ഥന്റേത് റാഗിംഗ് അല്ല, അത് കൊലപാതകമാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പ്രതികരണമായി പറഞ്ഞു. സർവകലാശാല അധികൃതർ ഈ സംഭവം അറിയാതെ പോയി, അതൊരു ഗൗരവമായ കാര്യമാണ്. കോളേജ് ഹോസ്റ്റലുകൾ SFI ഉള്ള ഹെഡ്ക്വാർട്ടേഴ്സുകളായി മാറ്റുന്നു. വലിയ വീഴ്ച കോളേജ് അധികൃതർക്ക് സംഭവിച്ചു, സർവകലാശാല അധികൃതർക്ക് സംഭവിച്ചു. പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല, പകരം സർവകലാശാല അധികൃതർ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ചാൻസലർ കൂടിയായ താൻ അക്കാര്യത്തിൽ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത്. മാത്രവുമല്ല, വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം. കോളേജിലെ SFI പോപ്പുലർ ഫ്രണ്ട് സംബന്ധിച്ച റിപ്പോർട്ട് തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് ഗൗരവമുള്ള സംഭവമായി രാജ്ഭവൻ കണ്ടു, അല്ലെങ്കിൽ രാജ്ഭവൻ അത് കാണുന്നു എന്നുള്ള സൂചന ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് വൈസ് ചാൻസലർക്കെതിരെ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ വൈസ് ചാൻസലറുടെ വിശദീകരണം നമ്മൾ കേട്ടതാണ്. അക്കാര്യത്തിൽ ആ വിശദീകരണം 24 തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാല അധികാരി എന്നുള്ള നിലയിൽ തന്റെ സർവകലാശാലയ്ക്ക് കീഴിലെ ക്യാമ്പസുകളിൽ എന്ത് നടക്കുന്നു, ഒരു റാഗിംഗ് ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള ആക്ഷേപം വരുമ്പോൾ അതിൽ എന്ത് തരത്തിലുള്ള തീരുമാനം നടക്കുന്നു? ഫെബ്രുവരി 19-ാം തീയതി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ അക്കാര്യത്തിൽ ക്രൂവൽറ്റി അക്കാര്യത്തിൽ നടന്നു എന്ന സൂചന ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആന്റി റാഗിംഗ് സെല്ല് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയില്ല? ഡീൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എന്തുകൊണ്ട് മാതാപിതാക്കളെ വിവരം അറിയിച്ചില്ല? അതടക്കമുള്ള കാര്യങ്ങൾ ആ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആസ് എ വൈസ് ചാൻസലർ നടത്താൻ എന്തുകൊണ്ട് ഈ വെറ്റിനറി വൈസ് ചാൻസലർക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം. അതുകൊണ്ട് അദ്ദേഹത്തെ നടപടിക്ക് വിധേയമാക്കുന്നു, നടപടി എടുക്കുന്നു എന്നുള്ള കാര്യവും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ നിർണായകമായ ഒരു മൂവിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സർക്കാർ ഗവർണർ പോര് രൂക്ഷമാകുന്നു.
ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കാനുള്ള ബില്ല് നിയമസഭ പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ച ബില്ല് അത് രാഷ്ട്രപതി മടക്കി അയക്കുന്നു. അതിൽ തീരുമാനമെടുത്തിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ചാൻസലർ എന്ന രീതിയിൽ തനിക്ക് അധികാരമുണ്ട്, അധികാരം താൻ ഉപയോഗിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാരിന് ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹാഷ്മി. അതെ, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ യൂണിവേഴ്സിറ്റി ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാൻസലർ സസ്പെൻഡ് ചെയ്തതെന്ന് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് പറയുന്നു. ഇന്നലെ രാത്രിയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതെന്നും VC 24 പറഞ്ഞു. റിപ്പോർട്ട് UGC വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും VC പറയുന്നു. അവർ രീതിയെന്ന് വെച്ചാൽ ചാൻസലർ കൺട്രോളിംഗ് ഓഫീസറാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓഫീസ് ചെയ്യുക, അതിൽ കൂടുതലൊന്നുമില്ല. ഇത് ഈ സംഭവം സംബന്ധിച്ചിട്ടുള്ള സീരിയസ് തീരുമാനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ന്യൂസ് കിട്ടിയത്. ഇന്ന് ഡീന്റെയും മറ്റ് അസിസ്റ്റന്റ് വാർഡന്റെയും പേരിൽ വന്നിട്ടുള്ള ലാബ്സ്, ഇവരുടെ അടുത്ത് കിടക്കുന്ന ഹോസ്റ്റലിൽ ഇത് നടന്നിട്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ളത് ഒരു ലാബ്സ് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ്. അത് അന്വേഷിക്കാൻ വേണ്ടി അതിൽ ഉണ്ടായിട്ടുണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇവരെ രണ്ടുപേരും സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഞാനിവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഗവർണറുടെ ഈ ഇത് ന്യൂസ് എനിക്ക് കിട്ടിയത്. സോ ഐ എം സ്റ്റോപ്പിംഗ് എവറിത്തിങ്. സുർജിത്ത് അഭിജിത്ത് മുഴക്കുന്നാണ് VCയുമായി സംസാരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. അഭിജിത്ത്, ഇത് 18-ാം തീയതി എല്ലാം കഴിഞ്ഞു. 18-ാം തീയതി സിദ്ധാർത്ഥിൻ്റെ മരണം സംഭവിച്ചതാണ്. അതിന് മുമ്പുള്ള ദിവസങ്ങളിലാണ് മർദ്ദനം, അതിന് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഹോസ്റ്റൽ റൂമിലിട്ടുള്ള നിരീക്ഷണം. ഇതൊക്കെ ഒന്നും അറിയാതെ ഇത്രയും ദിവസങ്ങളായിട്ടും ഇന്നും VC സസ്പെൻഷൻ ഉത്തരവ് ലാപ്ടോപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാവോ അഭിജിത്ത്? ആണ് ഹാഷ്മി ഏറ്റവും വലിയ പ്രശ്നവും. കാരണം ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ കോളേജിൽ നടക്കുന്നു. പിന്നീട് സിദ്ധാർത്ഥന്റെ മരണം നടന്ന് ഈ മരണം രക്ഷിതാക്കളെ അറിയിക്കുന്നതിലടക്കം വീഴ്ച കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതൊന്നും VC അറിഞ്ഞിട്ടേ ഇല്ല. മാത്രമല്ല, ഈ കോളേജ് അധികൃതർ പാലിക്കേണ്ട ചില കടമകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ഇത്തരമൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം തന്നെ കോളേജ് അധികൃതർ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിനെ വെറും ഒരു ആത്മഹത്യയായി എഴുതിത്തള്ളാനുള്ള നീക്കം പോലും പോലീസിന്റെ ഭാഗത്ത് അടക്കം ഉണ്ടായതാണ്. പക്ഷെ അപ്പോഴും 24 അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് കൂടുതൽ നടപടികളിലേക്ക് കടന്നത്. ഏതായാലും നിലവിൽ VCയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ VCയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം തരുന്നൊരു പ്രതികരണം, ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് തനിക്ക് ഇന്നലെയാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് താൻ കടക്കുകയായിരുന്നു. അതായത് ഡീനിനും ഈ ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനും എതിരെയുള്ള സസ്പെൻഷൻ താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു. ശരി, അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അങ്ങനെ എന്തോ സസ്പെൻഷൻ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു VC. ഇത് അത് ക്യാമ്പസാണ്, ക്യാമ്പസിലിട്ട് ക്രൂരമർദ്ദനം, അത് കഴിഞ്ഞ് ഹോസ്റ്റലിലിട്ട് ക്രൂരമർദ്ദനം, മണിക്കൂറോളം ദിവസങ്ങളോളം ക്രൂരമർദ്ദനം, ജീവച്ഛവമാക്കിയ ആളെ വലിച്ചിഴിച്ച് റൂമിലോട്ട് കൊണ്ടിടുന്നു. ഇതൊന്നും അവിടെ ആരും അറിയുന്നില്ല. ഈ പറയുന്ന ഡീൻ അറിയുന്നില്ല, ഈ പറയുന്ന അസിസ്റ്റന്റ് വാർഡൻ അറിയുന്നില്ല, അധ്യാപകർ ആരും അറിയുന്നില്ല, VC അറിയുന്നില്ല, ഒന്നും ആരും അറിയുന്നില്ല. ഓർക്കണം, ഈ സിദ്ധാർത്ഥ് മരിച്ച കാര്യം വീട്ടുകാരോട് പറയുന്നത് പോലും 24-ാം തീയതിയാണ്. അപ്പോൾ ആ സമയമായപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞിരുന്നു, ഔദ്യോഗികമായി പറയുന്നത്. വെറ്റിനറി വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടി സിദ്ധാർത്ഥിന്റെ കുടുംബം സ്വാഗതം ചെയ്തു. ഗവർണർ നട്ടലുള്ള വ്യക്തിയാണെന്ന് പിതാവ് ജയപ്രകാശ് വ്യക്തമാക്കി. കോളേജ് ഡീനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുവന്നത് ഡീനും വാർഡനുമാണെന്നും പിതാവ് ആരോപിക്കുന്നു. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിന്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ VCക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അടുത്ത ഡീന ഈ കൊല്ലം മറച്ചു വെച്ചതും ഇതിന് കൂട്ടുനിന്നതും ഡീനും കാന്തനാഥൻ തന്നെയാണ്. അത് അവരെയും ഇത് മാറ്റി നിർത്തണം, ഇതുപോലെ സസ്പെൻഷൻ കൊടുക്കുക, പറ്റുമെങ്കിൽ പിരിച്ചുവിടുക. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ഡീന, ഈ റാഗിങ് എല്ലാം കണ്ടുകൊണ്ട് നിന്നതും ഡീന, അവിടുത്തെ വാർഡനുമാ, എല്ലാവരുമാ. അടുത്ത സെക്ഷൻ എവരോട്ട് പോകണം, ഡീനിലോട്ട് പോകണം. ഞാനതേ പറയാനുള്ളൂ. എനിക്കിപ്പം ഗവർണർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത്രയും ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നട്ടലുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ഇത് ഉണ്ടായത്. സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഡേ 1 ആദ്യ പ്രതികരണത്തിൽ തന്നെ സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞതാണ് ഇത് ഡീനും വാർഡനൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്, അവർ ഗുരുതരമായ ലാപ്സ് കാണിച്ചു, ഗുരുതരമായ മര്യാദകൾ കാണിച്ചെന്ന് പറഞ്ഞതാണ്. അച്ഛൻ്റെ വാക്കുകൾ കേട്ടെങ്കിലും ഈ ഡീനെ എന്ന് പറഞ്ഞാൽ വെറും ഒരു അച്ഛനല്ല, കൊല്ലപ്പെട്ട അവിടുത്തെ വിദ്യാർത്ഥിയുടെ അച്ഛനാണല്ലോ. ഈ ഡീനെതിരെ ഒരു പേര് നടപടി ഉണ്ടായിരുന്നെങ്കിൽ VC ഇപ്പോൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അച്ഛൻ പറയുന്നത് 100% ശരിയാണ് അജീഷ്.
തീർച്ചയായും ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ ദിവസം മുതൽ സിദ്ധാർത്ഥിന്റെ പിതാവും അമ്മയും അപ്പം നമ്മളോടൊപ്പം പറഞ്ഞത്, കാരണം ഈ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഒപ്പം തന്നെ ഇതിൽ കൂട്ടുനിന്നവരെ അവരെയും സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അവരെയും മാറ്റി നിർത്തണമെന്നൊരു ആവശ്യമായിരുന്നു തുടക്കം മുതൽ തന്നെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കാരണം 3 ദിവസം ഹോസ്റ്റലിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാകുമ്പോൾ അത് അറിഞ്ഞില്ല, ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞില്ല, അവിടുത്തെ ഡീൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞത്. മാത്രമല്ല, ഈ മരണം നടന്ന ശേഷം വിദ്യാർത്ഥികളാണ് തങ്ങളെ വിളിച്ചു പറഞ്ഞത്. കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഹാഷ്മി പറഞ്ഞതുപോലെ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഔദ്യോഗികമായി വിളിച്ചു പറഞ്ഞത്. അതുവരെ ആരും ഇക്കാര്യം വിളിച്ചു പറയുക പോലും ചെയ്തില്ല. അങ്ങനെ ഗുരുതരമായ വീഴ്ചകൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് മാതാപിതാക്കൾ തുടക്കം മുതൽ തന്നെ ആരോപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ VC-ക്ക് സസ്പെൻഡ് ചെയ്തപ്പോൾ VC-യുടെ പ്രതികരണം തേടിയപ്പോഴാണ് VC പറയുന്നത്, ഇന്ന് ഞങ്ങൾ ഡീനിനും അതേപോലെ തന്നെ വാർഡനുമെതിരെ അവർക്കെതിരെയുള്ള സസ്പെൻഷൻ പേപ്പർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തനിക്കുള്ള സസ്പെൻഷൻ വന്നതറിഞ്ഞത്. അതുകൊണ്ട് അത് ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തുന്നു. കാരണം ഈ സംഭവം നടന്ന് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർക്കെതിരെയുള്ള നടപടിക്ക് VC തയ്യാറായത്. ഈ ഒരു സാഹചര്യത്തിലാണ് മാതാപിതാക്കൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. നേരത്തെ ഈ തങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഇവർക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ VC-ക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരില്ല എന്നൊരു കാര്യം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിയിൽ തങ്ങൾക്ക് തൃപ്തി ഉണ്ട് എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കൊപ്പം അതിനെ കൂട്ടുനിന്ന്, അല്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കി സംഭവത്തിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ആവശ്യമാണ് ഉയർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതിൽ തൃപ്തി ഉണ്ടാകുന്ന പിതാവ് പറയുന്നു, രക്ഷിതാക്കൾ പറയുന്നു. എന്തായാലും തുടർ നടപടികൾ ഇവർക്കെതിരെ ഇനി ഡീനിനെയും വാർഡനെയും കൂടി അവർക്കെതിരെ കൂടി നടപടി വേണമെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ആവശ്യപ്പെടുന്നുണ്ട്. തുടർ ദിവസങ്ങളിൽ അതും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. യെസ്, അജീഷാണ് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് വാർത്ത ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം വല്ലാതെ പടരുന്നു. പൂക്കോട് കോളേജിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സിദ്ദീഖ് MLA-യുടെ നേതൃത്വത്തിൽ കോളേജ് ഹോസ്റ്റലിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഒളിവിലായിരുന്ന 2 പ്രതികൾ കൂടി ഇന്ന് കസ്റ്റഡിയിലായി. കാശിനാഥൻ, അൽത്താഫ് എന്നീ പ്രതികളാണ് പോലീസ് പിടികൂടിയത്. അഭിജിത്ത് മുഴക്കുന്നു, പൂക്കോട് ചെയ്യുന്നുണ്ട്. അഭിജിത്ത്, ഈ സംഭവം വാർത്തയായി തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഏത് ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്? ഈ ഹോസ്റ്റലിലേക്ക് സിദ്ദീഖ് MLA-യുടെ നേതൃത്വത്തിലെ പ്രതിഷേധം അവസാനിച്ചോ? ഹഷ്മി, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്നും കോളേജിന് മുന്നിൽ അരങ്ങേറിയത്. കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും KSUവിന്റെയും അടക്കം ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഈ വെറ്റിനറി കോളേജ് ക്യാമ്പസിനകത്തേക്കുണ്ടായിരുന്നു. അതിൽ സിദ്ദീഖ് MLA, രമേശ് ചെന്നിത്തല, അങ്ങനെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. കൂടാതെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ KSUവിന്റെ പ്രതിഷേധ പരിപാടികളുടെയും മുൻനിരയിലുണ്ടായിരുന്നു. ഈ KSUവിന്റെ പ്രതിഷേധം ഒരു വേള ക്യാമ്പസിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് പോലീസിന്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് KSU പ്രവർത്തകർ ഇരച്ചു കയറി. ഈ ക്യാമ്പസിനകത്ത് ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, കോളേജ് അധികൃതരുണ്ടായിരുന്നു. ഇവർക്ക് നേരെയായിരുന്നു പ്രധാനമായും KSUവിന്റെ പ്രതിഷേധം. അതായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ള ആരോപണം തുടക്കം മുതലുണ്ട്. വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല. കോളേജ് അധികൃതരുടെ, ഡീൻ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായില്ല. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്, ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSUവും യൂത്ത് ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഈ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം സിദ്ദീഖ് MLA-യുടെ നേതൃത്വത്തിൽ ഈ ഹോസ്റ്റലിനകത്തേക്ക് വന്നു. അതായത് ET മുഹമ്മദ് ബഷീർ MP, സിദ്ദീഖ് MLA, DCC പ്രസിഡന്റ്, ഒപ്പം തന്നെ KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥന് ക്രൂരമായി മർദ്ദനമേറ്റ ഹോസ്റ്റലിനകത്തേക്ക് വന്നു. ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റം, ഒപ്പം തന്നെ ഹോസ്റ്റലിലെ വാട്ടർ ടാങ്കിന്റെ സമീപം
ഹോസ്റ്റലിലെ ഡോർമെറ്ററി, ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് 4ഓളം സ്ഥലങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥന് അതിക്രൂരമായ മർദ്ദനമേറ്റത്. ഈ സ്ഥലം സന്ദർശിക്കണം, ഈ ഹോസ്റ്റലിന് ഉൾവശം സന്ദർശിക്കണം എന്നുള്ളൊരാവശ്യം ടി സിദ്ദീഖ് MLA ഉൾപ്പെടെ ഉള്ളവർ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഇതിനൊരു പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഇടപെട്ട് ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ പ്രതിഷേധങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് MLAയും കോൺഗ്രസ് പ്രവർത്തകരും ഹോസ്റ്റലിനകത്തേക്ക് കടന്നത്. ഹോസ്റ്റലിനകത്ത് ഈ സംഭവം നടന്ന സ്ഥലം, സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച ശുചിമുറി, ഇതൊക്കെ ഇവർ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോഴും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരം തുടരുകയാണ്. പോലീസിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ 14 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇതിൽ 3 പേരുടെ അറസ്റ്റ് ഉച്ചകഴിഞ്ഞ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ആകെ പ്രതിപ്പട്ടികയിലുള്ള 18 പേരിൽ 14 പേരും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അതിൽ പ്രധാന പ്രതി കാശിനാഥൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരുടെ അറസ്റ്റ് വൈകുന്നതിൽ പോലീസിനെതിരെ രൂക്ഷമായ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല അടക്കം ഇന്നലെ ആരോപണമായി ഉന്നയിച്ചത് മുൻ MLA CK ശശീന്ദ്രന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു. അതായത് മജിസ്ട്രേറ്റിന് മുൻപിൽ വച്ചുവരെ ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം CPIM നേതാക്കൾ നടത്തി. CPIMന്റെ ഓഫീസിൽ ഈ പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആ ആരോപണം നിലവിൽ അവർ തുടരുകയും ചെയ്യുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒരു ഭാഗത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഹാഷ്മി, അഭിജിത്ത്, ഒരു പ്രേക്ഷകൻ ശ്രീ ചോദിക്കുകയാണ്, 3 ദിവസം ഒരു കുട്ടി ക്ലാസ്സിൽ ആബ്സെന്റ് ആകുമ്പോൾ കോളേജ് അന്വേഷിക്കില്ലേ? വാർഡൻ വയ്യാതെ റൂമിൽ കിടക്കുവാണെങ്കിലും നോക്കില്ലേ? ഫ്രണ്ട്സിനോട് അന്വേഷിക്കില്ലേ? എന്തൊരു കോളേജായത്? വിശ്വസിച്ച് വിടുന്ന പേര് ചോദിക്കുന്നത്. അതിനോട് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ കിടപ്പാണ്. ഈ 140 കുട്ടികൾ അവിടെ കണ്ടതിൽ എന്തുകൊണ്ട് മിണ്ടിയില്ല? ആ മിണ്ടാവുന്ന കുട്ടികൾ ഇപ്പോഴെങ്കിലും ആരും എന്തുകൊണ്ട് ഒരു വാക്ക് മിണ്ടുന്നില്ല? ആ കോളേജിലെ അധ്യാപക സംഘടനകളിലെ ആരെങ്കിലും വന്ന് ഉത്തരവാദിത്വം എന്തെങ്കിലും ഒന്ന് പറയുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരവില്ലാതെ ഇപ്പോഴും ഈ പ്രതിഷേധങ്ങൾക്കിടയിലും ഈ ദിവസങ്ങളിലും നിൽക്കുകയാണ്. പൂക്കോട് നിൽക്കുമ്പോൾ എന്താണ് അതിൻ്റെ മറുപടിയായി അഭിജിത്തിന് തോന്നുന്നത്? അഭിജിത്ത്, ഹാഷ്മി, ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം നടന്നിട്ടും കോളേജ് അധികൃതർ മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ് മറ്റു വിദ്യാർത്ഥികൾ മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ് കൂടുതൽ ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാഞ്ഞത് എന്ന ചോദ്യം പ്രസക്തമാണ്. അത് തന്നെയാണ് ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം ഉന്നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും. കാരണം 18-നാണ് സിദ്ധാർത്ഥിനെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീടും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ വിവരം ഡീൻ രക്ഷിതാക്കളെ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നു വന്നത് ഈ ഡീൻ CPIയുടെ അധ്യാപക സംഘടനയിൽ അംഗമാണ്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഇടപെടൽ ഡീനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. കൂടാതെ ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. ഈ റിപ്പോർട്ടിൽ എണ്ണി പറയുന്നുണ്ട്, അക്കമിട്ട് നിരത്തുന്നുണ്ട് ഏതൊക്കെ രീതിയിലുള്ള മർദ്ദനമാണ്, ഏതൊക്കെ രീതിയിലുള്ള പീഡനങ്ങളാണ് സിദ്ധാർത്ഥൻ നേരിട്ടത് എന്ന്. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോളേജിലെ 98ഓളം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലുള്ള 98ഓളം വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്നാണ് ഈ ഒരു കണ്ടെത്തലിലേക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് എത്തിയത്. ആ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഏത് രീതിയിലാണ് SFIയുടെ ഈ കോളേജിലെ യൂണിയൻ ഈ വിദ്യാർത്ഥികളോട് പെരുമാറാറുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹോസ്റ്റലിന് പുറത്തേക്ക് പോയാൽ ആ വിദ്യാർത്ഥിക്ക് പിന്നെ നേരിടേണ്ടി വരുന്നത് കടുത്ത രീതിയിലുള്ള ആക്രമണമാണ്. അതിനാൽ തന്നെ ഭയന്ന് മറ്റു കുട്ടികളൊന്നും തന്നെ ഈ വിവരങ്ങളൊന്നും അധ്യാപകരെയോ മറ്റ് അധികാര കേന്ദ്രങ്ങളിലേക്കോ അറിയിക്കാനുള്ള സാധ്യത കുറവുമാണ്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ സിദ്ധാർത്ഥന്റെ മരണവിവരം പുറത്തറിയിക്കുന്നത് ഇതര സംസ്ഥാനക്കാരായ കുട്ടികളാണ്. ഈ ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾ നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഭയം കാരണം അവർ ഈ ഹോസ്റ്റൽ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ ഈ ഹോസ്റ്റലിനകത്താണ്. അതായത് നടുത്തളത്തിലാണ്, ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിലാണ്. ഇവിടെ വച്ചാണ് ഈ സിദ്ധാർത്ഥന് ക്രൂരമായ പീഡനം നേരിട്ടു എന്ന് പറയുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹോസ്റ്റൽ വിജനമാണ്. ഹോസ്റ്റലിൽ കേവലം വിരലിൽ
വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. മറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. അതായത് ഭയം എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് അവരെ പലതും പുറത്തു പറയാൻ മടിപ്പിച്ചത്, അതായത് അവരിൽ മടിയുണ്ടാക്കിയത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ ഒരു സംഭവം വിരൽ ചൂണ്ടേണ്ടതുണ്ട്. നേരത്തെ തന്നെ നിരവധി വിദ്യാർത്ഥി സംഘടനകൾ, അതായത് ASF ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. നേരത്തെയും ഈ ഹോസ്റ്റലിനകത്ത് വെച്ച് ഇത്തരം റാഗിംഗ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ചർച്ചയിൽ വരുന്നവരൊക്കെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ ഒരു സമാന്തര ഭരണ സംവിധാനം പോലെ ഹോസ്റ്റലിലുണ്ട്. അവിടെ എന്താണ് അവിടെ വിചാരണകൾ നടക്കാറുണ്ട്, ഇത്തരത്തിൽ മർദ്ദനങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഉറപ്പായും അന്വേഷിക്കണം. പൂക്കോട് ക്യാമ്പസിൽ ഇക്കാലം അത്രയും ഉണ്ടായ ഇത്തരത്തിലുള്ള അതിക്രൂരമായ ഭേദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി ഒരിക്കലും അവിടെ ഉണ്ടാവാതിരിക്കാൻ അത്തരം അന്വേഷണങ്ങൾ അനിവാര്യവുമാണ്. എന്തായാലും SFIയുടെ ചരിത്രമറിയാത്തവർ സംഘടനയിൽ എത്തിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണമെന്നും പറയുന്നു മന്ത്രി V. ശിവൻകുട്ടി. ക്യാമ്പസുകളിൽ റാഗിംഗ് ഇല്ലാതാക്കാൻ പ്രയത്നിച്ച പ്രസ്ഥാനമാണ് SFI. സിദ്ധാർത്ഥന് നീതി കിട്ടണമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള നിലയിൽ മത്സരിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അവിടെയെല്ലാം സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനകളാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. അവിടെയെല്ലാം SFI ആയിരുന്നാലും KSU ആയിരുന്നാലും ABP ആയിരുന്നാലും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്വാഭാവിക റാഗിങ്ങിന് പോലുള്ള അപരിഷ്കൃതമായിട്ടുള്ള നടപടിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമായി തന്നെ നടന്നു. അപ്പോൾ SFI എല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ആ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർ ഇപ്പോൾ ഇതിൽ വന്ന് കൂടിയിട്ടുണ്ട്. അവരെല്ലാം പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഇത് ശുദ്ധീകരിക്കുക എന്നുള്ള നിലപാടാണ് SFI നേതൃത്വം സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അതിൽ ഒരു സംശയവും ആർക്കും തന്നെ വേണ്ട. വെറ്ററിനറി സർവകലാശാല VC സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി സർക്കാരിൻ്റെതല്ല എന്ന് മന്ത്രി V. ശിവൻകുട്ടി. മന്ത്രി VN വാസവൻ ഗവർണറുടെ നടപടി അങ്ങനെ തുടരട്ടെ, സിദ്ധാർത്ഥിന്റെ മരണം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും നിയമത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരെയും കൊണ്ടുവരുമെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. കൃത്യമായ നടപടികളുണ്ടാകും, നിയമത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാവരെയും കൊണ്ടുവരും, സംശയമൊന്നുമില്ല. അത് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടല്ല. ഗവൺമെന്റ് കൃത്യമായ അന്വേഷണവും നടപടിയുണ്ടാവാൻ. ആന്റി റാങ്ക് സെൽ റിപ്പോർട്ടിലടക്കം നമുക്ക് ബോധ്യമാവുന്നത് അതിക്രൂരമായ ഭേദ്യം, അതിക്രൂര മർദ്ദനം, അത് റാങ്കിങ് ഒന്നുമല്ല, ഒന്നാന്തരം ആൾക്കൂട്ട മർദ്ദനമാണ്. അതിനുശേഷം ഗവർണറൊക്കെ ഇപ്പോൾ പറയുന്നത് കൊലപാതകമാണെന്ന് ഉറപ്പിക്കുന്നുണ്ട് ഗവർണർ. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് ആത്മഹത്യയാണ് എന്ന് പൂർണ്ണമായി തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ ചില നിരീക്ഷണങ്ങൾ വരുന്നു. അന്വേഷണം നടക്കട്ടെ. സിദ്ധാർത്ഥനെ അത്തരത്തിൽ പച്ചയ്ക്ക് അത്രയും അതിക്രൂരം മർദ്ദിച്ചവരാരായാലും ഇനി ഒരിക്കലും അവർക്കതിന് കൈപൊന്താത്തവണ്ണം, ഇനി ഒരു കൂട്ടർക്കും അത്തരത്തിൽ ഒരു സംഭവം ചെയ്യാൻ തോന്നാത്തവണ്ണം മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകും, അതിനുള്ള മാധ്യമ ജാഗ്രത ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ സമയം 1:31:08 നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്കിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിക്കുന്നു. ഉദ്യോഗാർത്ഥികളുടെ അമ്മമാരും പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നുണ്ട്. റോഡിൽ കിടന്നാണ് പ്രതിഷേധം. അഖിൽ ഷാ അൻസാർ വാർത്തകൾ വിവരങ്ങൾ വച്ചിരുന്നു. അഖിൽ, പോലീസുമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ ഉദ്യോഗാർത്ഥികൾ? കാര്യം ആ റോഡ് അധിക സമയം ഉപരോധിക്കൽ ശരിയാവില്ലല്ലോ. ലക്ഷ്മി, നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ 20 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുകയാണ്. പല വിധത്തിലുള്ള സമര രീതികളുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് 20-ാം ദിവസമാണ്. വിവിധ നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഉദ്യോഗാർത്ഥികൾ റോഡ് മുഴുവൻ വളയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ റോഡ് ഉപരോധിക്കുകയും ഈ വാഹനങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഈ നിലവിൽ ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ അമ്മമാരുൾപ്പെടെ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. നേരത്തെ ഈ അമ്മമാരടക്കം ഈ റോഡിൽ, അതായത് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് റോഡിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ ഉദ്യോഗാർത്ഥികളുടെ അമ്മമാരുടെ ഭാഗത്തുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ സാർ ആരെങ്കിലും ഒന്ന് നോക്കൂ. ലക്ഷ്മി, ഇപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ അമ്മ ഈ കുഴഞ്ഞു വീണിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവരെ കാണുന്നത്. പക്ഷേ നമുക്കറിയുന്നത് പോലെ തന്നെ വലിയ വെയിലാണ്. ആ വെയിലത്ത് കിടന്നുകൊണ്ടാണ് ഇവരാകെ പ്രതിഷേധിക്കുന്നത്. അതായത് അമ്മമാര്, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ട്. അത്തരത്തിൽ വെയില് നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാവുന്നതോടെയാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് CPO ഉദ്യോഗാർത്ഥികൾ പോകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന റോഡ് വിരോധം ഉൾപ്പെടെ നമുക്ക് കാണിച്ചു തരുന്നത്. 2019 PSC ലിസ്റ്റ്, അതിൽ 13,000-ഓളം പേർ റാങ്ക് ലിസ്റ്റിൽ വരുന്നു. അതിലാകെ തിരഞ്ഞെടുത്തത്
3000 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ നിയമനം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ 10,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ നിലവിൽ പുറത്താണ്. അവർക്ക് അടിയന്തരമായി ഇത്തരത്തിൽ നിയമനം ഉറപ്പാക്കണമെന്നുള്ളതാണ് അവർ കഴിഞ്ഞ 20 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരുന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതുവരെ സർക്കാർ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയോ ഒരു ചർച്ചയ്ക്കോ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ അമ്മമാർക്കും ഉൾപ്പെടെ പറയാനുള്ളത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ 13 അവസാനിക്കും. അതിനകത്ത് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് വാലിഡായി അവർക്ക് നിയമനം നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് അവർക്കുള്ളത്. എന്തായാലും സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും. കൂടുതൽ പേർ ഇവിടേക്ക് എത്തും. ഒപ്പം ഇതിനൊരു തീരുമാനമാകാതെ ഈ റോഡിൽ നിന്ന് മാറില്ല എന്നുള്ളൊരു നിലപാടിൽ കൂടെയാണ് ഉദ്യോഗാർത്ഥികളുള്ളത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ സാറേ, നിങ്ങളൊക്കെ എത്ര ദിവസം ഇവിടെ വരാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ 20 ദിവസമായി ഇവിടെ സമരം ചെയ്യുന്നു. നിങ്ങൾ ഒരു ദിവസങ്ങളിൽ ലൈവ് പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഇത് ലൈവാണ്. ഇന്നല്ല വന്നത്. അത് ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്ര അധികം ആൾക്കാർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങള് വേറെ ഏതെല്ലാം മീഡിയ വന്നിട്ടുണ്ട്? നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. ഇതിനു മുമ്പ് പോയിട്ടുണ്ടെന്ന് പറ അഖിൽ. ഇതിനു മുമ്പും പലയാവർത്തി പോയിട്ടുണ്ടെന്നും ഇതേ സമയം തന്നെ ഉച്ച സമയത്ത് തന്നെ വാർത്ത ചെയ്തിട്ടുണ്ടെന്നും ആ പയ്യനോട് പറഞ്ഞു. അവൻ അറിയാഞ്ഞിട്ടാ? വെറുതെ പറയാമോ? നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. അവർക്ക് അറിയാത്തതിന്റെ പ്രശ്നം. അതെ ഹഷ്മി, അത് അവർക്ക് അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഈ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ ഇവർക്കൊപ്പം തന്നെ യാത്ര. വാർത്ത കാണാത്തതിന്റെ പ്രശ്നമാണെന്ന് പറ. ഇവിടെ കമന്റ് ബോക്സിൽ വരുന്ന ഇവരുടെ കമന്റ് കാര്യമാണ്. ആ സുഹൃത്തിലെ എന്തോ തെറ്റുപറ്റിയതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. 24 നമുക്ക് വേണ്ടിയുള്ള വീഡിയോകളും ന്യൂസുകളും എല്ലാം എപ്പോഴും ചെയ്യാറുണ്ട്. അത് നമുക്കറിയാവുന്ന പ്രവൃത്തിയാണ്. അതായത് ലൈവ് ആയാലും അല്ലാതെയായാലും യൂട്യൂബിലായാലും നമ്മളെ പോലീസ് ഇടപെടുന്ന കാഴ്ചയാണ്. പോലീസ് ഈ സമരത്തിലേക്ക് ഇടപെടുന്നു. പോലീസ് ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഹഷ്മി നമുക്ക് പോകുന്നത്. എന്തായാലും CPO റാങ്ക് ലിസ്റ്റുകാരുടെ സമരത്തിനിടയിൽ അവർ റോഡ് ഉപരോധിച്ചാണ് സമരം. പോലീസുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം പോലീസുകാർ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ സമരക്കാരുടെ അമ്മമാരടക്കം പങ്കെടുത്തുകൊണ്ടായിരുന്നു റോഡ് ഉപരോധം. കൊടിയ വെയിലാണ്, നമുക്കറിയാം, നട്ടുച്ച സമയമാണ്. ആ വെയിലത്ത് ടാർ റോഡിൽ കിടക്കുക എന്നൊക്കെ ഉപരോധിക്കുക എന്നൊക്കെ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന അമ്മമാരടക്കം അവിടെയുണ്ട്. പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ട് ആ സമരത്തിന്. അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ അതോ വയ്യാത്ത അല്ലെങ്കിൽ ആ റോഡിൽ കിടന്ന് നേരത്തെ ആ വെള്ളമൊക്കെ കൊടുത്ത ആ അമ്മയെ മാറ്റുകയാണോ എന്നറിയില്ല. എന്തായാലും റോഡ് ഉപരോധിച്ച സമരം. CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക, അതിൽ നിന്ന് വളരെ ചുരുക്കം പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ കൂടി നിയമിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPO റാങ്ക് ലിസ്റ്റുകാരുടെ സമരം ഇപ്പോൾ തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണ്. അത് ആ സമരത്തിൽ പങ്കെടുത്ത ആ പ്രതിഷേധക്കാരൻ പറയുന്നത് പോലെ 24 വാർത്ത കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ സംഘടനാ നേതാക്കളോട് ആ കാര്യം ചോദിച്ചാൽ മതി. വാർത്ത കൊടുത്തിട്ടുണ്ടോ, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. മാത്രമല്ല, അങ്ങനെ അത്രയും കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരോട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിയോഗിക്കണോ എന്ന് നിങ്ങളുടെ CPO റാങ്ക് ലിസ്റ്റ് ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവരും ആലോചിക്കട്ടെ. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ല. ശമ്പളം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. പ്രശ്നമുടൻ പരിഹരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത്. സെക്രട്ടേറിയറ്റ്, റവന്യൂ, ജലസേചന വകുപ്പ്, ട്രഷറി, നികുതി വകുപ്പുകളിലെ ജീവനക്കാർ ഉൾപ്പെടെ 1-ാം തീയതി വേതനം കിട്ടേണ്ട 1.5 ലക്ഷത്തോളം ആളുകൾക്കാണ് ശമ്പളം മുടങ്ങിയത്. ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം എത്തിയെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിയാത്തതാണ് പ്രതിസന്ധി. ഇലക്ട്രോണിക് ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണമിട്ടത് സർക്കാർ രേഖകളിൽ മാത്രം. ETSB അക്കൗണ്ട് മരവിപ്പിച്ചതിനാലാണ് പണം പിൻവലിക്കാൻ കഴിയാത്തതെന്ന് ജീവനക്കാർ പറഞ്ഞു. ലോണുകളും EMI-കളും അടക്കമുള്ള തിരിച്ചടവുകൾ മുടങ്ങിയെന്ന് ശമ്പളം മുടങ്ങിയ ജീവനക്കാർ പരാതിപ്പെടുന്നു. അതേസമയം ട്രഷറി വഴി നേരിട്ട് ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഈ പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, ഇപ്പോൾ ശമ്പളം മുടങ്ങും, പെൻഷൻ്റെ കാര്യത്തിൽ തടസ്സം വരും എന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. സർക്കാരിന്റേത് തെറ്റായ ധനകാര്യ മാനേജ്മെന്റാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റ് വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുമ്പോൾ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ്.
സാങ്കേതിക പ്രശ്നമെന്ന സർക്കാർ വാദം തള്ളി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. സംസ്ഥാന സർക്കാർ ജീവനക്കാരനെ, അധ്യാപകനെ ഉപരോധിച്ചിട്ടുള്ള, ശമ്പളം ഉപരോധിച്ചിട്ടുള്ള ഒരേ ഒരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നാണം കെട്ട സർക്കാരെ, നാറിയ സർക്കാരെ, നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ തിരിച്ചു ചോദിക്കും. ഞങ്ങളുടെ കർത്തവ്യമാണത്. ഞങ്ങൾ ചോദിക്കുന്നത് വഴിയെ നടന്നു പോയതിന്റെ ശമ്പളമല്ല, ഇവിടെ ജോലി ചെയ്തതിന്റെ ശമ്പളമാണ്. പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമം സർക്കാർ ആരംഭിച്ചെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ തിങ്കളാഴ്ചയോടെയേ ശമ്പളം വിതരണം ചെയ്യാനാകൂ. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. ബംഗളൂരു രാമേശ്വരം കഫയിൽ സ്ഫോടനം നടത്തിയ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. റോഡരികിലെ CCTVയിൽ നിന്നാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. IED സ്ഫോടനം നടത്തിയത് ടൈമർ ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിക്കെതിരെ UAP അടക്കം 7 വകുപ്പുകൾ ചുമത്തി. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതതല യോഗം അല്പസമയത്തിനകം നടക്കും. കഫേക്ക് സമീപത്തെ CCTVയിൽ നിന്നാണ് യുവാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. പരമാവധി CCTVയിൽ വരാതിരിക്കാൻ നടപ്പാതയിൽ കയറാതെ റോഡിലൂടെയാണ് പ്രതി സഞ്ചരിക്കുന്നത്. തൊപ്പിയും മാസ്കും ധരിച്ചിട്ടുണ്ട്. ഇയാൾ 10 മിനിറ്റാണ് കഫേയിൽ ചെലവഴിച്ചത്. 11:35 കഫേയിലെത്തിയ പ്രതി 11:44 വരെ അവിടെ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വലിയ ബാഗിനുള്ളിൽ മറ്റൊരു ബാഗിൽ ഒളിപ്പിച്ചാണ് സ്ഫോടക വസ്തു കൊണ്ടുവന്നത്. ഈ ബാഗ് കഫേയിൽ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. 1 മണിക്കൂറിന് ശേഷം 12:55 സ്ഫോടനം നടക്കുന്നത്. കൃത്യമായി പ്രദേശത്തു നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്തെത്താനുള്ള സമയം ടൈമർ വഴി സജ്ജീകരിച്ചാണ് പ്രതി സ്ഫോടനം നടത്തിയത്. പ്രദേശവും കഫയും കൃത്യമായി അറിയാവുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിച്ചു. ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിലെ 8 സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത്. NSG ഉദ്യോഗസ്ഥർ ഇന്ന് കഫയിലെത്തി പരിശോധന നടത്തി. 24 ബംഗളൂരു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന മലയാള സിനിമയുടെ പേരും മാറ്റണമെന്ന് സെൻസർ ബോർഡ്. പേരിൽ നിന്ന് ഭാരതം എടുത്തു കളഞ്ഞ് സർക്കാർ ഉൽപ്പന്നം എന്ന് ചുരുക്കാനാണ് നിർദ്ദേശം. മതിയായ കാരണങ്ങൾ വ്യക്തമാക്കാതെയുള്ള സെൻസർ ബോർഡ് നിർദ്ദേശം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രതികരിക്കുന്നു. ഈ മാസം 8-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പോസ്റ്ററുകളും പ്രചരണ ബോർഡുകളും ഉയർത്തിയിരുന്നു. ഇതിനിടയിലാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ കടുംവെട്ട്. ചിത്രത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ബോർഡിന് ഒരു തർക്കവുമില്ല. പിന്നെ എന്തിനാണ് ഭാരതം എന്ന വാക്ക് ഒഴിവാക്കേണ്ടതെന്ന് ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സുധീഷ്. നമ്മൾ പേര് 1.5 വർഷമായി. അപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന രീതിയിൽ നമ്മളതിൻ്റെ കണ്ടന്റ് ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ട്രെയിലർ കൊടുത്തു. അപ്പോൾ അതിന് നമുക്ക് അനുമതി തന്നു. അപ്പോൾ പിന്നീട് നമ്മൾ സിനിമ സെൻസറിന് കൊടുത്തു. അപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ്, ഒരു പ്രശ്നമില്ല, ഒരു കട്ടില്ല, പക്ഷേ ഭാരതം എന്ന് പറയുന്ന പേര് മാറ്റണം. അപ്പോൾ നമ്മൾ എന്താണ് പ്രശ്നം? ഒന്നുമില്ല, നിങ്ങൾ കേരള സർക്കാർ എന്നിട്ടോ കർണാടക സർക്കാർ എന്ത് പറഞ്ഞിട്ടോ, പക്ഷേ ഭാരതം എന്ന പേര് മാറ്റണം. മതിയായ കാരണങ്ങൾ പറയാതെയാണ് സെൻസർ ബോർഡിന്റെ നടപടി. പ്രതിഷേധത്തോടെ സർക്കാർ ഉൽപ്പന്നം എന്ന പേര് സ്വീകരിക്കുന്നുവെന്ന് സംവിധായകൻ TV രഞ്ജിത്ത്. അവരടുത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കാം എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കാരണം പറയുന്നില്ല. അവർ പറയുന്നത് ഭാരതം എന്ന് പറയുന്നത് കാണാൻ പാടില്ല. അത് എന്താണ് ഈ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നില്ല. ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല, ഒരു സർക്കാർ ഉൽപ്പന്നം എന്നുള്ള പേര് തന്നെ ഇറക്കാനേ പറ്റുള്ളൂ. പേരുമാറ്റം തടയുന്നതിന് റിവ്യൂ കമ്മിറ്റിക്ക് കൈമാറാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചെങ്കിലും അതിന് കാലതാമസം നേരിടുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. 24 കൊച്ചി. എന്താണ് ഭാരതം എന്ന വാക്കിന്റെ സിനിമ പേരിലെ പ്രശ്നം എന്നുള്ളത് വ്യക്തമാവട്ടെ. അശ്വിനികുമാർ ചോദിക്കുന്നു, സംഭവത്തിന് മൂകമായി സാക്ഷികളായവരെ പോലും സസ്പെൻഡ് ചെയ്യുകയും കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കും വരെ കോളേജ് അടച്ചുകയും വേണമെന്ന് പറയുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഡീനും വാർഡനൊക്കെ ഈ സംഭവത്തിന് കവറപ്പ് എന്ന മാതാപിതാക്കൾക്കടക്കം സംശയമുണ്ട്. അങ്ങനെ കവറപ്പ് അവർ നടത്തിയത് എന്ന സംശയം ശരിയാണെങ്കിൽ ഉറപ്പായും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മൊഴി നൽകാനടക്കം ബുദ്ധിമുട്ടുണ്ട്. അവർ മാറി നിന്നാൽ മാത്രമേ നേരിൽ കണ്ടവർ പോലും സാക്ഷിമൊഴി നൽകുകയുള്ളൂ. എന്നാൽ മാത്രമേ അറിയാമല്ലോ, IPC വകുപ്പ് പ്രകാരം കോടതികളിൽ സാക്ഷിമൊഴിയൊക്കെ അതിനിർണായകമാണ്. എന്നാൽ മാത്രമേ കേസന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. ജലീഷ് ജോൺ വാർത്ത കൊടുക്കുന്നുണ്ട്, ഞാൻ കണ്ടതാണ്. ഒരു വാർത്ത മാത്രം കൊടുക്കാൻ കഴിയില്ല. ഈ CPO റാങ്ക് ലിസ്റ്റ് കാര്യമാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ വാർത്ത കൊടുത്താണ്. പയ്യൻ എന്തോ വാർത്ത കാണാത്ത ആളാന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞാൽ അത്. ഷിബു തോമസ്, ഹാഷ്മി, CPOയുടെ ഫുൾ ഫോം എന്താണ്? സിവിൽ പോലീസ് ഓഫീസർ. നമ്മുടെ ഇത്രയധികം കുട്ടികളെ ഒരുമിച്ച് അവിടെ ആൻറ്റി റാഗ് നമ്മുടെ ആ സെല്ല് വളരെ പെട്ടെന്ന് വരെ ആ സ്ക്വാഡ് അവരെല്ലാം പോയി കണ്ട് ഇത്രയധികം കുട്ടികളെ, നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റിയിൽ
ഇത്തരത്തിലുള്ളൊരു വിഷയം വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഞങ്ങൾ നടപടിയെടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇത്രയധികം നമുക്കറിയാം ഈ ബിരുദ കോഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ തിരിച്ചിറങ്ങിയാൽ അവരെല്ലാം വെറ്റിനറി ഡോക്ടേഴ്സാണ്. ആ ഡോക്ടേഴ്സിനെയാണ് ഈ 19 പേരെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തത്. അവരെ നമ്മൾ ഇനി ഒരു അച്ചടക്ക നടപടി കൊണ്ടുവന്നത് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഗവർണറുടെ ഓർഡർ പറയുന്നത്, സസ്പെൻഷൻ ഓർഡർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം VC-യുടെ തന്നെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ നടപടിയെടുത്തിരിക്കുന്നത്. അതായത് വളരെ ലാഘവത്തോടെയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ഈ വിഷയം കൈകാര്യം ചെയ്തത്. 3 ദിവസം തുടർച്ചയായി ഒരു മർദ്ദനം ഏറ്റിട്ട് പോലും ഈ വിഷയം അതിൻ്റെ ഗൗരവത്തിൽ കണ്ടില്ല. വളരെ ലാഘവത്തോടെയാണ് അധികൃതർ കണ്ടത്. ഒരു സർവകലാശാല ചട്ടം മുഴുവൻ തന്നെ ലംഘിക്കപ്പെട്ടു. അതുകൊണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തിന് ഓരോ വാക്കുകൾ. ഗവർണർ പറയുന്നത് അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്നതാണ്. കാരണം കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു അവിടെ നടന്നത്. അതെന്താണെന്ന് നമ്മൾ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അന്വേഷണം വന്നതുകൊണ്ട് മാത്രമാണ് 19 പേരെ വളരെ പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇനിയും അതിനകത്ത് കുറ്റക്കാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സർവകലാശാലയുടെ ഡീൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ എല്ലാം ഉത്തരവാദിത്വമുള്ള ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ അന്വേഷിക്കണമായിരുന്നു. ഈ കുട്ടിയുടെ മരണശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ വീട്ടിൽ അവിടുത്തെ ആരോ കോളേജ് വിദ്യാർത്ഥികളാണ് അറിയിച്ചത്. അതിനകത്ത് ഗുരുതരമായ തെറ്റ് സംഭവിച്ചു. ഒരു കുട്ടി മരണപ്പെട്ടാൽ വളരെ പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ അറിയിക്കണമെന്ന ഒരു ചുമതല കോളേജ് അധികൃതർ പ്രത്യേകിച്ചും ഈ ഡീൻ ഏറ്റെടുക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു. അതിൽ കുറച്ച് വീഴ്ച സംഭവിച്ചു. ഇല്ല, അങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അന്വേഷണം നടത്തുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ UGCയുടെ നമ്മുടെ ഈ സ്ക്വാഡ് പ്രത്യേകിച്ച് ഇത്രയും പേരെ തെറ്റുകാരാണ് എന്ന് കണ്ടെത്തുകയും അത് പോലീസിൻ്റെയും കൂടെ അന്വേഷണം കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്ര പേരെ അവരവിടുന്ന് അറസ്റ്റ് ചെയ്യിക്കുവാനും 3 വർഷത്തേക്ക് അവരെ ഡീബാർ ഉൾപ്പെടെ ചെയ്തിരിക്കുകയാണ്. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ആ കുഞ്ഞുങ്ങളുടെ പഠിത്തം മുടങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തർ എന്തോ അല്ല, ഡീനെയും തൽക്കാലം അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിപ്പം മാറ്റി കാണണം. അത് ശരിയായ നടപടിയല്ല. ഗവർണർ ഗവൺമെൻറ്റുമായിട്ടോ അതല്ലെങ്കിൽ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടോ ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു നടപടിയെടുത്തത്. ആ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, ഒരു കുട്ടിയോടല്ല. അവിടെ 3 ദിവസം മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങൾ 12-ാം തീയതി വാലന്റീൻസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി ഈ നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ മരണശേഷമാണ് പരാതി കൊടുത്തത്. ഇൻറ്റേർണൽ കമ്മിറ്റി അവർ കൂടാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്താൽ, പക്ഷേ ഒരാൾ സിദ്ധാർത്ഥ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൂടിയോണ്ട് വല്ല കാര്യമില്ല. അതാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിലൊരു പരാതി എഴുതിയത് മനഃപൂർവ്വം സിദ്ധാർത്ഥിനെ അപകീർത്തിപ്പെടുത്താനും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു കള്ള പരാതി കൊടുത്തു എന്നാണ് പൊതു ആരോപണം. അല്ല, ഫേക്കാണോ ഇല്ലേ എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ. നമ്മൾ അതിനെക്കുറിച്ചൊരു ചർച്ച. അത് അനുചിത്യമല്ല. കാരണം ഒരാൾ മരിച്ചതിന് ശേഷം ഒരു പരാതി കൊടുക്കുക, അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ആരാണത് പരാതി കൊടുത്തതെന്നുള്ളത് പരിശോധിക്കേണ്ടെന്ന ചുമതല പോലീസിനും കൂടെ ഉണ്ട്. അവർ പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞാൽ പറ്റത്തില്ല. മാത്രമല്ല പരാതി പരിഗണിക്കാൻ ഈ കമ്മിറ്റി കൂടുക, കമ്മിറ്റി കൂടിയെങ്കിൽ അവർ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്ന് ഞാൻ പറയുന്നില്ല. വെറ്റിനറി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു.
ഒരു ഗവർണർ നമുക്ക് വേണ്ടുന്ന എല്ലാ എന്താണ് അവിടെ ഒരു ഗവർണർ എന്ന നിലയ്ക്കും ചാൻസലർ എന്ന നിലയ്ക്കുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യതയോടുകൂടി നടക്കുന്നതായിരുന്നു. പലപ്പോഴും നമുക്കറിയാം അവരുടെ ബിരുദദാന ചടങ്ങിനുൾപ്പെടെ ഒരുമിച്ച് പങ്കെടുക്കുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അത് വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ എടുത്ത് നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയും കുട്ടികളെ ചോദ്യം ചെയ്തു, അതിൽ 31 കുട്ടികളെ മാറ്റി നിർത്തി. ആ 31 കുട്ടികളുടെയും ഒരു അവലോകനവും അവരുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് ഇടപെട്ടത് ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ 19 പേർക്കെതിരെ നടപടിയെടുത്ത്. എവിടെങ്കിലും ഈ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരെ ഡീബാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥിൻ്റെ പ്രശ്നം വന്നപ്പോൾ അത് മറ്റൊരു കുഞ്ഞിന് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ഈ സംഭവം ഇവിടെ ഉണ്ടാകരുത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഒരു യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകാൻ പാടില്ല. ഒരാളും ഈ തരത്തിൽ സ്വന്തം സഹോദരങ്ങൾ, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അവരോട് ഇത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മാതൃകാപരമായ ശിക്ഷ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ല അന്വേഷണം നടത്തിയെടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ അവിടെ 2 DYSPയുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, സർക്കാരുമായി ആലോചിക്കാതെ VC-ക്കെതിരെ നടപടിയെടുത്തതാണോ ഒരു ഇഷ്യൂ? അല്ല, എന്ന് ഞാൻ ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല. ഞാനത് ഇവിടെ ഇരുന്നപ്പോഴാണ് അറിഞ്ഞത്. അത് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കണം. എങ്ങനെയാണത് പോയത്, ഏത് രീതിയിലാണ് അത് നടപ്പിലാക്കിയത്, അതൊന്നും അന്വേഷിക്കാതെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ മീറ്റിങ്ങിലായി ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത്, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു. ഡീനിനെ മാറ്റാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറയുന്നു. വളരെ വൈകിപ്പോയി എങ്കിൽ കൂടിയും ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ്. വളരെ യുക്തിപൂർവ്വം ഇടപെടുന്നുണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി ഈ വിഷയത്തിൽ. ചിഞ്ചുറാണി പറയുകയായിരുന്നു, ഈ സിദ്ധാർത്ഥിൻ്റെ മരണശേഷമാണ് ആ കുട്ടി പരാതി കൊടുത്തത് എന്നടക്കം സ്ഥിരീകരണ സ്വഭാവത്തിൽ തന്നെ മന്ത്രി ജെ ചിഞ്ചുറാണി പറയുന്നു. അപ്പോൾ എന്തിനാണ് അത്തരത്തിൽ പരാതി കൊടുത്തത് എന്നതൊക്കെ അന്വേഷിക്കണം എന്ന് മന്ത്രി പറഞ്ഞു. അന്വേഷിക്കേണ്ടത് ഫേക്കാണോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ നടപടിയാണ്. അതിനുശേഷം ICC കൂടിയതിൻ്റെ അനൗചിത്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നത് ആശങ്കയായി മഞ്ഞപ്പിത്തം. മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. എടക്കര ചെമ്പങ്കുലി സ്വദേശിയായ 32-കാരനാണ് മരിച്ചത്. ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. മലപ്പുറത്തെ പോത്തുക്കൽ എടക്കര മേഖലയിൽ ജാഗ്രത തുടരുന്നതിനിടയിലാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് 32-കാരൻ മരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച യുവാവിനെ ആദ്യം എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. 15 ദിവസത്തിൽ 3 ദിവസം എടക്കര പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞ് രോഗം മുറിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ 3 ദിവസവും ഇന്ന് രാവിലെ 6 മണിക്ക് മരണപ്പെടുകയും ചെയ്തു. ഈ ആപത്തിനെ തടുക്കാനുള്ള എല്ലാ പ്രവൃത്തികളും പഞ്ചായത്തും ഭരണസമിതിയും എല്ലാവരും സഹായത്തോടെ ചെയ്യും എന്ന്. പിന്നെ അതുപോലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും. നേരത്തെ 60-കാരനും 47-കാരനും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചിരുന്നു. ഇന്ന് മരിച്ച യുവാവ് താമസിക്കുന്ന ചെമ്പൻകൊല്ലി വാർഡിൽ 7 പേർ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണസംഖ്യ ഉയരുന്നത് ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. പ്രദേശത്തെ കിണറുകളും പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പോത്തുക്കൽ എടക്കര പഞ്ചായത്തുകളിലെ ഹോട്ടലുകളും കൂൾബാറുകളും അടച്ചിട്ടിരിക്കുകയാണ്. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. 24 മലപ്പുറം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:59:33 ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്ന് വ്യക്തമാക്കിയ കോടതി ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി വിഷയത്തിൽ സർക്കാർ സമഗ്രമായ മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചു. കേസിൽ ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്ന ഓരോ ദിവസത്തിനും 1 ലക്ഷം രൂപ വീതം 72 ദിവസത്തേക്ക് 72 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 വർഷമായി ഇത് സംഭവിച്ചിട്ട്. തെറ്റ് ചെയ്തവര് ഇതുവരെ ഒരു നടപടിയും അവരുടെ മേലെ ഉണ്ടായിട്ടില്ല. എത്ര പൈസ കിട്ടിയെങ്കിലും ഞാൻ അനുഭവിച്ച വേദന അത് ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എക്സൈസിന്റെ ഭാഗത്തിൽ നിന്ന് ഭയങ്കരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ബാഗിൽ നിന്നും സ്കൂട്ടറിൽ നിന്നും വ്യാജ LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു ഷീല സണ്ണിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇത് ലഹരിയല്ലെന്ന് തെളിഞ്ഞു. ഷീല സണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് വ്യാജ കേസിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. 24 കൊച്ചി.
മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും ആൺസുഹൃത്തും ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. 3 മാസം മുൻപ് കാണാതായ കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓടയിൽ നിന്ന് ലഭിച്ചത്. കേസിൽ കുഞ്ഞിന്റെ മാതാവ് തമിഴ്നാട് കടലൂർ സ്വദേശി ശ്രീപ്രിയ, ആൺസുഹൃത്ത് ജയസൂര്യ, ഇയാളുടെ പിതാവ് കുമാർ, മാതാവ് ഉഷ എന്നിവരാണ് അറസ്റ്റിലായത്. കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. കടലൂർ സ്വദേശിയായ ഭർത്താവിനെ ഉപേക്ഷിച്ച് ആൺസുഹൃത്തിനും കുടുംബത്തിനുമൊപ്പം തിരൂരിലെത്തിയ ജയശ്രീയെ കണ്ടെത്തിയ ബന്ധുക്കളാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന വിവരം പോലീസിൽ അറിയിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച കാര്യം യുവതി വെളിപ്പെടുത്തി. പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. 24 തിരൂർ. ഇന്ദിരാ സുരേഷ് പറയുകയാണ്, ചൂട് കാരണം എല്ലാവരും എല്ലാ വെള്ളവും കുടിക്കും, ആർക്കും രോഗങ്ങളെക്കുറിച്ച് ചിന്ത ഉണ്ടാവില്ല, പകർച്ചവ്യാധികളെ തടയാൻ എല്ലാവരും ശ്രദ്ധിക്കാൻ പറയൂ ബ്രോ എന്ന് പറയുന്നത്. പകർച്ചവ്യാധി കാലമാണ്, കുറച്ച് നാളായി പകർച്ചവ്യാധി കാലമെന്ന് മാത്രമല്ല, വരുന്ന പനികളൊക്കെ, വരുന്ന ജലദോഷമൊക്കെ കാലാകാലങ്ങളിൽ നിൽക്കുന്ന, ദീർഘനാൾ നിൽക്കുന്ന, പൂർണ്ണമായി മാറാൻ സമയമെടുക്കുന്ന വല്ലാത്ത പനികളൊക്കെയാണ്. സൂക്ഷിക്കുക എന്ന് ഇന്ദിരാ സുരേഷ് നൽകുന്ന മുന്നറിയിപ്പ് യുക്തിയുള്ള മുന്നറിയിപ്പാണ്. അങ്ങനെ നമ്മുടെ പൂക്കോട്ടെ സംഭവത്തെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഇന്നത്തെ ചർച്ചയെക്കുറിച്ചൊക്കെ കാര്യമായി തന്നെ പറയുന്നുണ്ട്. എല്ലാ കമന്റും വായിക്കാൻ നിൽക്കുന്നില്ല. റീന സതീശൻ പറയുന്നു, ഓരോ വീടിൻ്റെയും ഭാവി പ്രതീക്ഷയാണ് ഇത്തരം ക്രിമിനലുകളാൽ തകർക്കപ്പെടുന്നത്. ഡിബാറും ശിക്ഷയും കഴിഞ്ഞ് ഇവന്മാർ വീണ്ടും സമൂഹത്തിൽ കൂളായി ജീവിക്കും. അപ്പോഴും അച്ഛനമ്മമാർ മകൻ്റെ ഓർമ്മയിൽ നീറുനീർ ജീവിക്കും എന്ന് പറയുകയാണ്. പുത്രദുഃഖം എന്ന് പറയുന്നത് വല്ലാത്ത ദുഃഖമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് എത്ര സംഭവങ്ങൾ കണ്ടതാണ്. ഇനിയൊരു അച്ഛനും അമ്മയ്ക്കും ആ സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കാൻ നേതൃത്വം നന്നായി ശ്രമിക്കണം എന്ന് രമേശ് ചെന്നിത്തല. വലിയവർ ചെറിയവർ എന്ന് നോക്കാതെ എല്ലാ നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താനും ഉമ്മൻചാണ്ടിയും ശ്രമിച്ചത്. ഇക്കാര്യം കെ സുധാകരനോടും വി ഡി സതീശനോടും താൻ ആവശ്യപ്പെട്ടുവെന്നും രമേശ് ചെന്നിത്തല 24-ന്റെ ആൻസർ പ്ലേസിൽ തുറന്നടിച്ചു. ആലപ്പുഴ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിന് ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ആവശ്യവും. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കോൺഗ്രസിന് ശക്തി ഉണ്ടാകുന്നത്. അത് നേതൃത്വത്തിലിരിക്കുന്നവരും സഹകരിക്കേണ്ടവർ സഹകരിക്കുകയും നേതൃത്വത്തിലിരിക്കുന്നവർ അവരെ സഹകരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എപ്പോഴും നല്ലത്. കോൺഗ്രസിൽ ഐക്യം ഉറപ്പാക്കണം. ഇതിന് എല്ലാവരെയും പരിഗണിക്കാൻ നേതൃത്വത്തിന് കഴിയണം. ഇക്കാര്യം KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല തുറന്നടിച്ചു. പുതിയ നേതൃത്വത്തിന്റെ നിലപാടിലുള്ള പരോക്ഷ വിമർശനമായിരുന്നു ആൻസർ പ്ലീസിൽ ചെന്നിത്തല പ്രകടിപ്പിച്ചത്. പരസ്പര ബഹുമാനവും വിശ്വാസവും ഐക്യവും ഊട്ടി ഉറപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനത് തന്നെ പറയാറുണ്ട്. സംഘടനാ പ്രശ്നങ്ങളിൽ താനിപ്പോൾ ഇടപെടാറില്ലെന്നും രമേശ് ചെന്നിത്തല 24-നോട് വെളിപ്പെടുത്തി. 20 വർഷക്കാലം ഞാൻ ഉമ്മൻചാണ്ടിയും കേരളത്തിലെ പാർട്ടിയെ നയിച്ചപ്പോൾ ഞങ്ങൾ ചെയ്ത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ തന്നെ വേണമെന്നാണ് ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകണം. KC മത്സരിച്ചാൽ ആലപ്പുഴ ജയിക്കുമെന്നും ചെന്നിത്തല പറയുന്നു. കേരള സർക്കാരിനെതിരായ ജനവിധിയായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. പ്രധാനമന്ത്രി വരുന്നതിനനുസരിച്ച് UDFന് വോട്ട് കൂടുമെന്നും ചെന്നിത്തല പറഞ്ഞു. 24 കോഴിക്കോട്. അതുമാത്രമല്ല, കുറേയധികം രാഷ്ട്രീയ കാര്യങ്ങൾ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ചെന്നിത്തലയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് ഉച്ചയ്ക്ക് 3:30-ക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കളെ ഒപ്പം കൂട്ടാൻ BJP. ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും കോൺഗ്രസ് നേതാക്കളുമായി അടക്കം നിരന്തരം ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ പ്രഖ്യാപനം നാളേക്ക് മാറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയോട് ബംഗാൾ പകരം ചോദിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് മോഡിലാണ് BJP ഇപ്പോൾ. മൂന്നാം മോദി സർക്കാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അവകാശപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള ജനാധിപത്യ വിരുദ്ധ വിഭാഗത്തിന്റെ അധ്യായം ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്ന് പശ്ചിമ ബംഗാളിൽ അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ച പൂർത്തിയായിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJP ഇതുവരെയും നടത്തിയിട്ടില്ല. ഇത് മറ്റു പാർട്ടികളിലെ ചില പ്രമുഖ നേതാക്കളുമായി നടത്തുന്ന ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് വിവരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളാണ് BJPയുമായി ആശയവിനിമയം നടത്തുന്നത്. അതേസമയം നിതിൻ ഗഡ്കരി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇത്തവണയും സീറ്റ് നിഷേധിക്കില്ല. നിതിൻ ഗഡ്കരി വീണ്ടും നാഗ്പൂരിൽ നിന്നാകും ജനവിധി തേടുക. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഭോപ്പാലിൽ നിന്നോ വിദിഷയിൽ നിന്നോ മത്സരിക്കും. റീത്ത ബഹുഗുണ ജോഷിക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല.
ചലച്ചിത്ര താരം അക്ഷയ് കുമാർ ചാന്ദിനി ചൗക്കിൽ നിന്നാകും BJP സ്ഥാനാർത്ഥി കുപ്പായമിടുക. കങ്കണ റാവത്ത് മാണ്ടിയിൽ നിന്നും ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ഗുരുദാസ്പൂരിൽ നിന്നും സ്ഥാനാർത്ഥിയാകും. പക്ഷേ താൻ ഇക്കുറി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഗൗതം ഗംഭീർ BJP നേതൃത്വത്തെ അറിയിച്ചു. നൽകിയ അവസരങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നുള്ള റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇപ്പോൾ ദ വിന്നറി സർവകലാശാല VC മാധ്യമങ്ങളോട് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു സംഘടനയുടെ ധാർഷ്ട്യമാണ്. അത് SFI ആണോ ആ ധാർഷ്ട്യമുള്ള സംഘടന? എന്നൊന്നും പറയില്ല. പിന്നെ ആകെ സംഘടന ഉള്ളൂന്ന് VC ആണ് പറയുന്നത്. അതെ, പിന്നെ വേറെ സംഘടന അല്ല. ഇപ്പോൾ ഉള്ള ഇതില് ഓരോ ഏത് പോപ്പുലേഷൻ എടുത്താലും അതിൽ ധാർഷ്ട്യം ഉണ്ടായിരിക്കും, ധാർഷ്ട്യമില്ലാതെ മീഡിയം ലെവലിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, സാധുക്കളുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഇത് ഈ സംഘടനയിൽ ഉണ്ടായിരിക്കും. ഈ സംഘടന ഇങ്ങനെ ധാർഷ്ട്യം ഉണ്ടാകുന്ന അങ്ങനെ പറയാനുള്ള ഒരു മുൻകാരണം എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയിൽ ഈ സംഭവം കണ്ടിട്ടാണോ പറയുന്നത്? ഈ സംഭവം കണ്ടിട്ടോ ഇവര് ബാക്കിയുള്ളവരെ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ലേ? അത് അല്ല, സാധാരണ എല്ലായിടത്തും ഇതൊക്കെ കാണാറുണ്ട്. മറ്റുള്ള അവർ ഇലക്ഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള മറ്റുള്ള സംഘടനകളിൽ നിന്നും ആരും നോമിനേഷൻ കൊടുക്കുകയോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയോ ഒന്നും ഉണ്ടായി. അത് അവിടെ അംഗങ്ങളില്ല എന്നായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാം. ഇവരെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് അവിടെ അധ്യാപകരുടെ വലിയ പിന്തുണ ഉണ്ടാകുന്ന ഒരു ആരോപണമുണ്ട്. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. അധ്യാപകർ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഒരു അധ്യാപകൻ അങ്ങനെ ഒരു ഇത് കൊടുക്കില്ല എന്നുള്ള. ഞാൻ കഴിഞ്ഞ 37 വർഷമായിട്ട് ഒരു അധ്യാപകനായിരുന്ന ആളാണ്. അപ്പോൾ അധ്യാപകർ സാധാരണ എൻ്റെ അറിവിൽ അങ്ങനെ കൊടുക്കാറില്ല. സംഭവം അവിചാരിതമായി ഉണ്ടായതെന്നാണ് VCയുടെ അഭിപ്രായം. ആയിരിക്കാം. ഇത്രയും ആളുകൾ കൂടി ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി പരസ്യമായി വിചാരണ ചെയ്ത ഒരാളെ കൊല്ലുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് അവിചാരിതമായ ഒരു സംഭവിക്കുന്നതാണോ? അല്ല, അതിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ഒരു കട്ടൻഡറായിട്ട് ഒരു ആൻസർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഈ മരണം പിന്നെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ വന്നിട്ടുണ്ടോ? അതായത് ഈ മരണം സംഭവിച്ച ബാത്റൂമിൽ കെട്ടി തൂങ്ങിയതാണ്. ആ വാതിൽ തല്ലി കുളിക്കുകയുണ്ടായത്. ദാറ്റ് മീൻസ് അത് സൂയിസൈഡാണ്, നോട്ട് മറ്റുള്ള ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആരാണ് പൊളിച്ചത്? അത് ഡീൻ്റെ സാന്നിധ്യത്തിൽ അവിടെയുള്ള കുട്ടികളും അവിടുത്തെ 1-2 അധ്യാപകർ അവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കും. ഞായറാഴ്ചയായിരുന്നു ആണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് കിട്ടിയത്. ഇത് വളരെ വളരെ അവിചാരിതമായി ഇതിന്റെ ഈ ഡീൻ ആണ് പറയുന്നത് തള്ളി തുറന്നെന്ന് അല്ലേ? അതിപ്പോ മറ്റുള്ള അധ്യാപകരും ഉണ്ടായിരുന്നു, ഈ ഡീൻ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും അരാജകത്വം നിറഞ്ഞ ഒരു സംവിധാനമാണ്. ഇന്ന് ഇപ്പൊ അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും MLA-മാരും കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി, ആ കോളേജ് ക്യാമ്പസിനകത്ത് അധ്യാപകർക്ക് റോളും ഇല്ല എന്നുള്ളതാണ് തെളിവല്ലേ? അല്ല, ഒരു നിരീക്ഷണമോ ഒരു രീതിയിലുള്ള ഒബ്സർവേഷൻ അവിടെ നടക്കുന്നില്ല. ഡീനും അതുപോലെ തന്നെ VCക്കും ഉത്തരവാദിത്തമില്ലേ? VCക്കും ഡീനിന് ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും. അസിസ്റ്റന്റ് വാർഡനും വാർഡനാണ്, വാർഡൻ ഡീനാണ്. അപ്പൊ അവർക്ക് ഇടയ്ക്ക് പോയി പരിശോധിക്കാനും ഉള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഈ അധ്യാപക സംഘടനകൾ പേടിച്ചിട്ടാണ് അങ്ങേര് പോവാതിരുന്നത്? അതെനിക്കറിയില്ല. ഈ വക കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡേ ടു ഡേ ഇതാണ്. എന്തെങ്കിലും അവിചാരിതമായി ഔട്ട് ഓഫ് ദി വേ കാര്യങ്ങളുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. അതർവൈസ് ഇല്ല. അത് സാധാരണ റൂട്ടീൻ പ്രൊസീജിയേഴ്സ് എന്നും VCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട. ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും റൂട്ടീനായിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാം. അല്ല, നമുക്ക് അവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ സാധാരണ രീതിയിൽ എല്ലാം നടക്കുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതെ. ഇപ്പൊ ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ അവിടുത്തെ ഇപ്പൊ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വിദ്യാർത്ഥികളെ ഒളിവിൽ പാർപ്പിക്കാൻ സംരക്ഷിക്കാൻ അധ്യാപകരുടെ ഉൾപ്പെടെ സഹായം തേടിയെന്നുള്ള ആരോപണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങേക്ക് അത് പറയാൻ പ്രയാസമായിരിക്കും, കാരണം അങ്ങനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു VC ആണ്. പക്ഷെ എങ്കിൽ പോലെ അതിന് മുൻ അത് ഇല്ല, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം, സംശയമില്ലാത്ത കാര്യമല്ലേ? അത് ഒരു കാരണവശാലും സംഭവിക്കാൻ നിയമപരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇതിൽ ഈ VC ഇപ്പം ഈ സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റി നേരെ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ? അത് പൂർണ്ണമായ അധികാരം ഒഴിഞ്ഞു തന്നെയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ തൽക്കാലം സസ്പെൻഷൻ ഓർഡർ കിട്ടി. ഞാൻ ഇഷ്യൂ ചെയ്യാനിരുന്നിരുന്ന ഓർഡർ പോലും സൈൻ ചെയ്യാതെ ആണ് ഞാൻ പോന്നിരിക്കുന്നത്. എനിക്ക് എന്നെ സസ്പെൻഡ് ചെയ്തൊരു ഗവർണർ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുക. പിന്നെ ഞാൻ അതിലെ സർക്കാർ പ്രതിനിധികളുമായിട്ട് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? സ്വാഭാവികം മന്ത്രിയെ ഞാൻ വിളിച്ചു, പക്ഷെ എനിക്ക് ലൈനിൽ കിട്ടിയില്ല. ഗവർണർക്ക് അധികാരമുണ്ട് ഡയറക്റ്റ് ചോദ്യം ചോദിച്ചിട്ട് ചെയ്യേണ്ടതാണ് മര്യാദ. അതെ, നിയമപരമായിട്ടും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടതാണ്. മന്ത്രിയെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയാം. പക്ഷെ മാഡം മീറ്റിംഗിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, കിട്ടിയിട്ടില്ല. മന്ത്രി പറയുന്നത് ഇത് സർക്കാരുമായിട്ട് പോലും കൂടിയാലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയാവുകയായിരുന്നു VC. എനിക്കൊന്നും പറയാനില്ല. അല്ല, കുറച്ച് നാളുകളായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് VC ഗവർണറും ഇവരും തമ്മിൽ വലിയ അകൽച്ച നിലനിൽക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു ഇരയാക്കപ്പെടുകയാണ്. എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. ഗവർണറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ളൊരു VC ആണ് വെറ്ററിനറി യൂണിവേഴ്സിറ്റി. അദ്ദേഹം അവിടെ വരവും പോക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഡെയിലി റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിന് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അവിടെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴും സാറ് കാലത്ത് വന്ന് പോയിരുന്നു. അദ്ദേഹം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തു. അത് ഉണ്ടായില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ അവിചാരിതമായിട്ടാണ് ഇത് സംഭവിച്ചത്. എനിക്ക് 5 മാസമേ ഉള്ളൂ. 5 മാസം ശാന്തമായിട്ട് വീട്ടിൽ വന്ന്, അതാണ് ഞാൻ കഴിയും വേഗം ഔദ്യോഗിക വാഹനം അടക്കം ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നത്. ഇതില് ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാല് അതിനകത്ത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്കെതിരായ ഒരു പരാതി അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിന് തന്നെ നടപടികൾ ആരംഭിക്കുന്നു. അത് പിന്നെ അവസാനം കുട്ടി മരിച്ചു എന്നുള്ള കാരണത്തിൽ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ അസാധാരണമായ സാഹചര്യം. ഈ വിവരം VCക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയതും ഈ വക കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി മരിച്ച സിദ്ധാർത്ഥനെതിരെ കംപ്ലൈന്റ് കിട്ടിയത് VCക്ക് രജിസ്ട്രാർക്കോ അറിയില്ല. ഈ മരണത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മരണത്തിന് ശേഷം ഒരു കംപ്ലൈന്റും അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ഇതും ആ കുട്ടിയെ പറ്റിയിട്ട് എന്റെ ടേബിളിൽ വന്നിട്ടില്ല. അധ്യാപകര് ഒളിവിലിരിക്കുന്ന ഒരു കേസിലെ പ്രതിയായ ഒരാൾക്ക് ഒപ്പിടാൻ അവസരം കൊടുക്കുമ്പോഴാണ് ഒപ്പിടാൻ പറ്റുന്നത്. എനിക്കറിയില്ല. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ടേബിളിൽ ഈ ഇത്തരത്തിലുള്ള പരാതി വന്നിട്ടില്ല. ഈ വിദ്യാർത്ഥിനിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചിരുന്നു? ഇല്ല, അത് ഈ പറഞ്ഞത് ഇപ്പൊ ഇതിനു ശേഷം വന്ന പരാതിയല്ലേ പറയുന്നത്. ഇത് VCയുടെ ടേബിളിൽ എത്തിയിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. കോളേജ് സമിതി രൂപീകരിച്ചിരുന്നു, അവരൊരു കമ്മിറ്റിയെല്ലാം കൂടിയിരുന്നല്ലോ. വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം സ്വാഭാവികമായി ഇത്ര ഒരു പ്രമാദമായ കേസല്ലേ, അപ്പൊ നമ്മൾ അന്വേഷിക്കണം. അല്ല, അന്വേഷിക്കാന്ന് വെച്ചാല് അത് ഞാൻ അന്വേഷിക്കണമെങ്കിൽ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. അതെ, വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു, ഒരു മരണം നടന്നു, അതിൽ എന്തൊക്കെ നടന്നു എന്ന് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം VC എന്ന നിലയിൽ അല്ല, തീർച്ചയായിട്ടും ഇത് എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വന്നെങ്കിലല്ല, അല്ലാണ്ട് ഞാൻ ഈ കുട്ടി VCക്ക് കംപ്ലൈന്റ് തന്നിട്ടില്ല. VC അഥവാ ഡീന മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എനിക്കത് ഫോർവേഡ് ചെയ്തിട്ടില്ല. അല്ല, അൺഒഫീഷ്യലായിട്ട് എനിക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റും? എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയോട് ഇത് അന്വേഷിക്കുക? ഈ ആത്മഹത്യയിലേക്ക് പോലും വഴിതെളിച്ചത് ഈ പരാതിയാണെന്നുള്ളതാണ് ഒരു വശത്ത് ഉയർന്ന ആരോപണം. അങ്ങനെ ഒരു വശത്ത് ഈ പരാതി ചർച്ചയായി നിൽക്കെ അത് ആരാണ് ആ പരാതിക്കാരി, എന്താണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പോലും ഒരു VC നിങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും അന്വേഷിച്ചിട്ടില്ല. രാഷ്ട്രീയ പശ്ചാത്തലം അല്ല, പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവിടെ കുറേ കുട്ടികളായിട്ട് വാലന്റൈൻസ് ഡേ ഈ കുട്ടി പോയി ഡാൻസ് ചെയ്തിരുന്നു. അത്ര ആ ലെവലിലുള്ള ഒരു ഇൻഫർമേഷൻ. കുറെ കുട്ടികളുടെ പെൺകുട്ടികളൊപ്പം ഡാൻസ് ചെയ്തിട്ട് ഈ വിഷയം ഉണ്ടായ ശേഷം ഒരു കുട്ടിക്ക് മാത്രമാണോ പരാതി വന്നത്? ഈ പരാതി ഒന്നും എനിക്കറിയില്ല. ഈ പരാതി ഇങ്ങനെ തന്നതായിട്ട് എന്റെ ടേബിളിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇല്ല. അപ്പൊ ഈ അവിടുത്തെ ചില അധ്യാപകരും അവിടുത്തെ ഈ വിഷയങ്ങളിൽ കൂട്ടു പങ്കാളികളാണെന്നുള്ളതിന്റെ തെളിവാണുള്ളത്. VC എന്ന നിലയിൽ ഇത്രയും വിഷയം ഉണ്ടായിട്ടും VC എന്ന നിലയിൽ ഇത്തരം ഒരു പരാതി പോലും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്നായി അല്പം മുമ്പാണുള്ള ഗവർണറെ സസ്പെൻഡ് ചെയ്തത്. അതിനിടയിൽ പോലും അങ്ങയുടെ മുന്നിലേക്ക് ഈ പരാതി എത്തിക്കാതിരിക്കുന്നതിന്
അവിടുത്തെ ചില അധ്യാപകരും ഈ വിദ്യാർത്ഥി സംഘടന ഈ ഭാരവാഹികൾ എല്ലാവരും ഒരു ഒന്നിച്ചുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അല്ലേ? അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് എത്തേണ്ടതല്ലേ പരാതി? എന്റെ അടുത്ത് എത്തേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. ഫെയർ അല്ലാത്ത എന്തോ അവിടെ നടന്നിട്ടുണ്ട് ഇതിന് ശേഷം. ഫെയർ അല്ലാത്ത കാര്യമാണല്ലോ ഇതൊക്കെ. സംശയമില്ല. ആയിരിക്കും, തീർച്ചയായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് SFI ആണ് പ്രതിസ്ഥാനത്ത്. സർക്കാരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ സംരക്ഷിക്കാൻ. എന്നെ ഈ നിമിഷം വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാവോ ഒരു ഗവൺമെന്റ് മന്ത്രിയോ ഈവൻ രാജ്ഭവനിൽ നിന്നോ ഇത് സംബന്ധമായിട്ട് ഒരു പ്രശ്നവും തന്നിട്ടില്ല. സംശയമില്ലാത്ത കാര്യമാണ്, അത് ഞാൻ പറയുന്നു. ഈ പ്രതികൾക്കൊപ്പം ഇന്നലെ അടക്കം എന്നോട് ചോദിച്ചിരുന്നു ആരൊക്കെ. അല്ല, അത് പ്രശ്നമില്ല. ഈ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ചില രാഷ്ട്രീയ നേതാക്കള് പറയുന്നത് നമുക്കറിയില്ല, രാഷ്ട്രീയ നേതാക്കൾ അവരൊപ്പം ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന പിന്നീട് മാറിയ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള സത്യമല്ലേ? ഉണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. ഗവർണറുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലിരുന്നിട്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാലും ഒരു മനോവിഷമമുണ്ടോ? അത് ഇത്തരത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4.5 കൊല്ലം കഴിഞ്ഞു. ഈ 4.5 കൊല്ലം വളരെ ഭംഗിയായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോരാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു വിഷമമാണ്. ഇനി ഗവൺമെന്റ് പിന്നെ ഇത് വീണ്ടും കേസിന് പോകണം, കോടതിയിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടാൽ പോകാൻ തയ്യാറുണ്ടോ? ഗവർണറും സർക്കാരും ഭയങ്കര ഇത് നടക്കുന്നുണ്ട്. ഞാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഇതിനും പോകില്ല. ഇനി അത്തരത്തിലുള്ള സാഹചര്യം വരികയാണെങ്കിൽ അന്നേരം ആലോചിക്കും, അന്നേരത്തെ ഇതനുസരിച്ച്. അതർവൈസ് ഐ എം നോട്ട് ഫോർ എനി ലീഗൽ ആക്ഷൻ. ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സമയത്തിന് ചെയ്യാത്തത് കൊണ്ട് ഒരു ദാരുണമായ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഉത്തരവാദികളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും തൽക്കാലം സസ്പെൻഡ് ചെയ്യാനും ഉള്ള ഓർഡേഴ്സ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഒരു കാര്യം കൂടി, ഈ കുറ്റകൃത്യം ചെയ്തവർ ക്രിമിനൽസ് ആണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ കുട്ടികളാണെന്ന് പറയാം. ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് കൊലയും നടത്തുന്ന ആൾക്കാരല്ല. ഇവർ വിദ്യാർത്ഥികളാണ്. അവർ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഗവർണർ പറഞ്ഞത് ശരിയാണ്, ക്രിമിനൽസ് ആണ്. അത് എനിക്ക് അതിനോട് ഞാൻ അതിനകത്ത് വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പൊ ഇന്ന് ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന PFI ബന്ധമാണ്. അത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനാ ബന്ധമാണ്. അങ്ങ് VC ആയിരുന്ന ഒരു കോളേജിൽ SFIയും PFIയും തമ്മിൽ ഇങ്ങനെ ഗവർണർ ഉന്നയിക്കുന്ന ആരോപണം ആ രീതിയിൽ വരണമെങ്കിൽ അതൊരു രാജ്യദ്രോഹ വിഷയം കൂടിയായി മാറില്ല. ആ സംവിധാനത്തിൽ നടന്നു എന്നല്ല വരുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട വിഷയമാണ്, സംശയമില്ല. അന്വേഷിക്കേണ്ട വിഷയമാണ്. അത്തരത്തിലുള്ളൊരു തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേശദ്രോഹമായിട്ടുള്ള പരിപാടിയാണ്. അല്ല, ഈ പറഞ്ഞ പോലെ കണക്ഷൻസ് PFI ആയിട്ടുള്ള കണക്ഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദേശദ്രോഹ നടപടി തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. സാറേ, ഒരു കാര്യം കൂടി, ഈ ഗവർണർ ഇപ്പോ ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് പോയിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് കോടതിയുടെ സഹായം തേടിയിരിക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, അന്വേഷണം ഏത് വിധേനയായാലും അത് ശരിയായിട്ടുള്ള നമുക്ക് ഉത്തരം കിട്ടുന്ന അന്വേഷണം ഏതായാലും നല്ലത് എന്നാണ് എനിക്ക് പറയുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അല്ല, ആവട്ടെ, അന്വേഷിക്കട്ടെ. നമുക്ക് സംഗതി തെളിയണം ഇവിടെ നടന്നിട്ടുള്ളത്. ശശീന്ദ്രന് താൽക്കാലിക ചുമതല VCയുടെ നൽകിയിട്ട് ഗവർണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്താ ഗവർണറുടെ ആ ഒരു നടപടി കാണണം? ഇല്ല, നല്ലതാണ്. എൻ്റെ തന്നെ കൊളീഗാണ് അദ്ദേഹം. കഴിഞ്ഞ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നല്ല സെലക്ഷനാണ്. അതെ, എന്തായാലും അവിടെ ഒരു കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നില്ല ആ കോളേജിനകത്ത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സംഗതിയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. സംശയമില്ല. ആ ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് വാർഡൻ മോണിറ്ററിങ്, അതുപോലെ ഡീൻ്റെ പീരിയോഡിക് വിസിറ്റ് ഇത് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഫലം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സർക്കാരിനോട് ഈ വിഷമം അറിയിക്കോ? ഞാൻ മന്ത്രിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. മന്ത്രിയോട് ഞാൻ പറയും എന്തായാലും ഇങ്ങനെ സംഭവം. മന്ത്രി അറിഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകം, അപ്പോൾ തീർച്ചയായിട്ടും പറയും. അതെൻ്റെ ഒരു മര്യാദയുള്ളൂ.
ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായപ്പോൾ സർക്കാർ സംരക്ഷിച്ചില്ല എന്നുള്ളത് തോന്നുന്നു. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഇല്ല, മന്ത്രി പറയുന്നുണ്ടല്ലോ, മന്ത്രിയും സംരക്ഷിച്ചില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാമെന്നും എനിക്കറിയില്ല. ബട്ട് ഐ ആം നോട്ട് ഫോർ എനി ലീഗൽ ആക്ഷനോ അല്ലെങ്കിൽ പറയാനോ. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, ഗവർണർ ഒരു വിശദീകരണം എന്നിൽ നിന്ന് മേടിക്കേണ്ടിയിരുന്നു. എന്നെ വിളിച്ച് അത് നടന്നിട്ടില്ല. SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടി ഇത് SFI ഇവരെ സംരക്ഷിക്കാനുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ല, അത് എനിക്ക് അവർ സംരക്ഷിക്കാൻ വന്നിട്ടുണ്ടോ ഇത് അതിനെ പറ്റിയിട്ട് അറിയില്ല. അത് കാരണം അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അത് തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കും. അവർ പക്വത പാലിക്കേണ്ടിയിരുന്നില്ല. എല്ലാവരും പക്വത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പലപ്പോഴും എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ശരിക്കും അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സാറിൻ്റെ അത് ശരി. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എൻക്വയറിയും ഇതൊക്കെ നടത്തുക, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അവർ പറയും, ഞാൻ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അല്ല, അത് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. സംശയം പിന്നെന്താ സംശയം? 3 ദിവസം ക്രൂരമായി മർദ്ദിച്ച് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആലോചിച്ചാൽ ആ ദുഃഖം മനസ്സിലാക്കാൻ മനസ്സിലാത്തത്. ഓക്കെ, താങ്ക് യു. വെറ്റിനറി സർവകലാശാല VC സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ. അതിനൊക്കെയും ക്ഷമയോടുകൂടി തന്നെ VC മറുപടി പറഞ്ഞു. 4.5 നന്നായി പ്രവർത്തിച്ചു, പക്ഷേ ഇങ്ങനെ ഇറങ്ങേണ്ടി വരുന്നൊരു വിഷമമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് ചെയ്യാത്തത് മൂലമാണ് തനിക്ക് ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ ചാൻസലർ കൂടിയ ഗവർണർക്ക് ഈ നടപടിക്ക് മുൻപ് തന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു, വിശദീകരണം തേടാമായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നിയമപരമായ നടപടിക്കും താനില്ല. 5 മാസം കൂടിയേ ബാക്കിയുള്ളൂ, സമാധാനമായി ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറയുകയാണ് VC. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിൻ്റെയും ലഹരിമരുന്നിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ കാർ റാലി കോഴിക്കോട് ബിസിനസ് ക്ലബ്ബും ബ്രിഡ്ജ്വേ മോട്ടോഴ്സും സംയുക്തമായാണ് ദ ഗ്രേറ്റ് വാലി ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. റാലി കോഴിക്കോട് RTO PR സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 40 കിലോമീറ്റർ ദൂരമാണ് റാലി. സമാപനത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മുഖ്യാതിഥിയാകും. ബിസിനസ്സുകാരുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു കാർ റാലി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. കേരളത്തിലുടനീളം ഞങ്ങളൊരു ട്രാഫിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ ഓവർ സ്പീഡ്, അതേപോലെ തന്നെ ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ട് അമിത വേഗതയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ MVD ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഒരുപാട് അവയർനെസ് ബോർഡുകൾ ഞങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുമേഷ് ആറുമാണ്. യുവാക്കളുടെ ഈ കാലോചിതമായ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നിയമങ്ങൾ പര്യാപ്തമാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവർ അതിന് മതിയായ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് മയക്കുമരുന്ന് പോലെയ കാര്യങ്ങളിലേക്ക് തിരിയുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ കാലോചിതമായ രീതിയിൽ ഈ നിയമങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഓൾട്ടറേഷൻ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്കായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്കും വളരെ താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊരു മാറ്റം ഉളവാട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആശംസകളും. തൃശൂർ ജില്ലയിലെ മികച്ച സംരംഭത്തിനുള്ള വ്യവസായ വകുപ്പിന്റെ പുരസ്കാരം എളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്. ജില്ലയിലെ 100-ലധികം വ്യവസായ യൂണിറ്റുകളെ പിന്തള്ളിയാണ് എളനാട് മിൽക്ക് നേട്ടം സ്വന്തമാക്കിയത്. മന്ത്രി P രാജീവിൽ നിന്നും എളനാട് മിൽക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് MD KM സജീഷ് കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലും എളനാടിന്റെ പാൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് നേട്ടത്തിന് പിന്നിലെന്ന് MD KM സതീഷ് കുമാർ പറഞ്ഞു. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തെന്നിന്ത്യൻ സിനിമാ താരം സമാന്ത റൂത്ത് പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്തത്. 65,000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ഷോറൂം. മുഹൂർത്തം സിൽക്ക്, ഗ്രൂം സ്റ്റുഡിയോ, ബ്രൈഡൽ വെഡ്ഡിംഗ് സ്റ്റുഡിയോ, കസ്റ്റമർ ലോഞ്ച്, കിഡ്സ് പ്ലേ ഏരിയ, ആൾട്രേഷൻ അസിസ്റ്റന്റ്, 120 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്നിവ പുതിയ ഷോറൂമിന്റെ പ്രത്യേകതയാണ്. ഉദ്ഘാടനത്തിനെത്തിയവരിൽ നിന്ന് ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ 1 ലക്ഷം രൂപ സമ്മാനമായി നൽകി. ആദ്യത്തെ 500 ഉപഭോക്താക്കൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. I'm very happy to be here at the wedding collection launch of Maharani, and I wish and pray that this store has great success and everyone shops at Maharani. അപ്പോൾ അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇനി കാണുക ഇന്ന് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്. അപ്പോൾ ഇന്ന് അധികം പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റുകൾ കാര്യമായി വായിക്കാൻ സമയം കിട്ടില്ല. അതിന് കാരണം ഒരുപാട് വാർത്താധിക്യം ഉള്ളതുകൊണ്ടാണ്. നാളെ പരിഹാരം ഉണ്ടാകാം.
അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇന്ന് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്. അപ്പോൾ ഇനി ചേരുന്നു പോലീസ് ഡയറിയാണ്, കുറ്റകൃത്യങ്ങളുടെ ലോഹം. ഗോകുൽ രവി ചേരും. അപ്പോൾ ഗുഡ് ബൈ, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.